വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ HSST എക്സാമിന് നമുക്ക് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് എല്ലാ സബ്ജക്റ്റും ഒന്ന് പെട്ടെന്ന് തന്നെ റിവിഷൻ ചെയ്തെടുക്കണം. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിസർച്ചിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ. അപ്പോൾ ഈ മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോവാം. മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിൽ നമുക്ക് മെയിനായിട്ട് സാമ്പിളിംഗ് മെത്തേഡ്, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന രീതിയിലാണ് വരുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്ന ഭാഗങ്ങളാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക്, ക്ലസ്റ്റർ, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എക്സെട്ര. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, ട്വാട്ട ഓർ സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം എന്താണ് ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് നോക്കാം. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം സാമ്പിളിംഗ്. ഇറ്റ് ഈസ് എ സാമ്പിളിംഗ് മെത്തേഡ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. Observations are selected at random. Each member or unit of the population has an equal chance of being selected. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം, ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് സെലക്ട്. മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷന് മൊത്തം സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഒരു സാമ്പിളിംഗ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എല്ലാ മെമ്പേഴ്സിനെയും, പോപ്പുലേഷനിൽ വരുന്ന എല്ലാ യൂണിറ്റിനെയും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഒരു മെത്തേഡാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് കൂടാതെ റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് സാമ്പിൾസ് ആർ സെലക്റ്റഡ് ബൈ യൂസിങ് എ സ്റ്റാൻഡേർഡ് റാൻഡം നമ്പർ ടേബിൾ. റാൻഡം നമ്പർ ടേബിൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എ റാൻഡം നമ്പർ ടേബിൾ ഈസ് എ സീരീസ് ഓഫ് ഡിജിറ്റ് അറേഞ്ച്ഡ് റാൻഡംലി ഇൻ റോസ് ആൻഡ് കോളംസ്. റാൻഡം നമ്പർ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോളംസ്, അതായത് റോസ് ആൻഡ് കോളംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നത്. അണ്ടർ ദിസ് റാൻഡം നമ്പർ ടേബിൾസ് ആർ പ്രിപ്പയർഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. എന്തൊക്കെയാണ് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ഹാവ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. നമ്മൾ പറഞ്ഞു, among all the probability sampling techniques, simple random sampling easiest to apply. നമുക്ക് അപ്ലൈ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. The amount of sampling error associated with any sample drawn can easily be computed. Simple random sampling മെത്തേഡിൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എറേഴ്സ് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ബട്ട് ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ് ഓൾസോ ഇൻ ദിസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് റിക്വയർഡ്. നമുക്ക് പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ആവശ്യമാണ്. ഇറ്റ് ഡസ് നോട്ട് എൻഷുർ പ്രൊപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ ടു വേരിയസ് ഗ്രൂപ്പ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ പോപ്പുലേഷൻ. ലാർജ് സാമ്പിൾ ഈസ് റിക്വയർഡ് ടു എൻഷുർ റെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് ഓൾ ഹെട്രോജീനിയസ് ഗ്രൂപ്പ്സ്. അപ്പോൾ നമുക്കൊരു ലാർജ് സാമ്പിൾ ആവശ്യമുണ്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ളതും കൂടി നമുക്കിതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയാൻ പറ്റും. ദെൻ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിൾ. റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് occurs when elements are choosing using a specific methodology. Population may be grouped to draw sample or the samples are taken by using particular procedure. അപ്പോൾ ഈ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ കുറേ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, മൾട്ടി ഫേസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് എന്താണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് നോക്കാം. ഇൻ ദ ഫീൽഡ് ഓഫ് എൻക്വയറി ഈസ് നോട്ട് ഹോമോജീനിയസ്, ദിസ് മെത്തേഡ് ഈസ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് നമ്മുടെ സാമ്പിളിംഗ് വരുന്ന കാര്യങ്ങളൊന്നും ഹോമോജീനിയസ് അല്ല എന്നാണെങ്കിൽ നമുക്ക് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് യൂസ് ചെയ്യാം. That is improved type of simple random sampling. In this method, population is subdivided into homogeneous groups of strata on the basis of certain common characteristics such as age, gender, literacy, etc. അപ്പോൾ ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പുലേഷനെ നമ്മൾ ഹോമോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദർ വിൽ ബി ഹോമോജീനിറ്റി വിത്തിൻ സ്ട്രാറ്റ ആൻഡ് ഹെട്രോജീനിറ്റി ബിറ്റ്വീൻ സ്ട്രാറ്റ. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സ്ട്രാറ്റാസ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ പോപ്പുലേഷൻ എലിമെൻറ്റ്സ് ആർ സ്കാറ്റേർഡ് ഓവർ എ വൈഡ് ഏരിയ
ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് നോട്ട് റെഡിലി അവൈലബിൾ. നമുക്ക് പോപ്പുലേഷൻ്റെ ലിസ്റ്റ് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളൊരു ഏരിയ വൈസ് ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്താണ് ഈ ക്ലസ്റ്റർ സാമ്പിളിങ് യൂസ് ചെയ്യുന്നത്. ക്ലസ്റ്റേഴ്സ് ആർ സെലക്റ്റഡ് പ്യൂർലി ഓൺ ദ ബേസ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയ. അതുപോലെ തന്നെ ക്ലസ്റ്റേഴ്സ് വിത്തിൻ ദ പോപ്പുലേഷൻ ഓൺ ദ ബേസ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയ, ബിൽഡിംഗ്, ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് യൂണിറ്റ്, അതിൻ്റെയൊക്കെ ബേസിൽ വരുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് തന്നെ സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നും അതുപോലെ 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നും മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ് കഴിഞ്ഞ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ദിസ് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി വെൻ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് അവൈലബിൾ. കംപ്ലീറ്റ് ലിസ്റ്റ് പോപ്പുലേഷൻ്റെ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ്റർവെൽ ഓർ മാഗ്നിറ്റ്യൂഡ് കെ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന കേസിൽ. അപ്പോൾ ഇത് ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മൾട്ടി ഫേസ് സാമ്പിളിംഗ് ഉണ്ട്. ഇൻ ദിസ് മെത്തേഡ് പാർട്ട് ഓഫ് ദി ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം ഹോൾ സാമ്പിൾ ആൻഡ് പാർട്ട് ഫ്രം സബ് സാമ്പിൾ. കുറച്ച് നമ്മൾ ബേസിക് ഡാറ്റാസിൽ നിന്നും ബാക്കിയുള്ളത് നമ്മൾ സബ് സാമ്പിളിൽ നിന്നും കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് മൾട്ടി ഫേസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ബേസിക് ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സാമ്പിൾ. ബേസിക് ഇൻഫോർമേഷൻ നമ്മൾ എല്ലാ മെമ്പേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യും. ആൻഡ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം സം ഓഫ് യൂണിറ്റ്സ് ഓൺലി. അങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി ഫേസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്നോബോൾ സാമ്പിളിംഗ് ഉണ്ട്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്ന സമയത്ത് ദിസ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് ഓഫൻ യൂസ്ഡ് ടു റീച്ച് പോപ്പുലേഷൻ വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് to contact a few potential respondents and then ask them to whether they know of anybody with the same characteristics they are looking for in our research. അപ്പോൾ ഇവിടെ നമ്മൾ സ്നോബോൾ സാമ്പിളിങ്ങിൽ നമ്മൾ കുറച്ച് പോപ്പുലേഷനെ സെലക്ട് ചെയ്യുന്നു, അവരിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ദെൻ അവർ അറിയുന്ന മറ്റാളുകളുണ്ടെങ്കിൽ അവരോട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് നമ്മളൊരു ലാർജ് പോപ്പുലേഷൻ നിന്ന് കളക്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്ന സാമ്പിളിങ്ങിനെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ക്വാട്ട സാമ്പിളിംഗ് ഉണ്ട്. ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാമ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സബ് ഗ്രൂപ്പ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ, അല്ലേ? അപ്പോൾ ഇവിടെ സാമ്പിളിംഗ് മെത്തേഡ് സെലക്ഷൻ ഓഫ് ദ സാമ്പിൾ ഈസ് മെയ്ഡ് ബൈ ദ ഇൻ്റർവ്യൂവർ ഹു ഹാസ് ബീൻ ഗിവൺ സ്പെസിഫിക് സബ് ഗ്രൂപ്പ്സ് ഓഫ് ദ പോപ്പുലേഷൻ കോൾഡ് ക്വാട്ടാസ്. These subgroups may be formed by traits such as sex, age, social class, etc. ഇതിൻ്റെ എല്ലാം ബേസിസിൽ നമ്മൾ എന്താണ് ക്വാട്ടാസ് ഡിസൈഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതാണ് ഈ ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതുപോലെയുള്ളതാണ് പർപ്പസീവ് ഓർ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. It involves selection of cases which the researcher judges the most appropriate one for given study. Samples are selected for a specific purpose with predetermined basis selection. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാണ്. അങ്ങനെ വരുന്നതിനെ നമുക്ക് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ റിസർച്ചർ ഓർ സം എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ബേസിലാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്, ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയാം. അതുപോലെയുള്ളത് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ഓർ ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് സാമ്പിളിംഗ് മീൻസ് സെലക്ടിങ് സാമ്പിളിംഗ് യൂണിറ്റ് വിച്ച് ആർ കൺവീനിയൻ്റ്ലി ആൻഡ് റെഡിലി അവൈലബിൾ. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. റിസർച്ചറിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺവീനിയൻസ് സാമ്പിൾ. ദ സെലക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ റിലേറ്റീവ് ഈസ് ഓഫ് ആക്സസ് ആണ്. നമുക്ക് എങ്ങനെ ഈ റെസ്പോണ്ടൻറ്റിനെ ഈസി ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഈ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ വരുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, കോൺസിക്യൂട്ടീവ് ഓർ നോൺ ഇനോമറേറ്റീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ നമ്മൾ പറഞ്ഞു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഹാവ് എൻ ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ it is a sampling method in which the researcher selects samples based on the subjective judgment of the researcher. It is sampling method in which not all members of the population have an equal chance of being selected. പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇവിടെ ഈക്വൽ ചാൻസ് വരുന്നില്ല, അല്ലേ? ദർ ഈസ് നോ സ്പെസിഫിക് സിസ്റ്റം ഫോർ ദ സെലക്ഷൻ ഓഫ് സാമ്പിൾ. ദ സെലക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റുവേഷൻ ഓർ എക്സ്പെർട്ടൈസ് ഓഫ് ദ റിസർച്ചറിൻ്റെ എക്സ്പെർട്ടൈസ് അനുസരിച്ചിട്ട്
നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, അതായത് ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ചിൻ്റെ ടൈപ്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്